ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ന്യൂഡിൽസാണ്. നിറയെ പച്ചക്കറികളും ചിക്കനും എല്ലാം ചേർത്തുള്ള ഒരു ടേസ്റ്റി ന്യൂഡിൽസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഹക്ക ന്യൂഡിൽസാണ് കേട്ടോ. ഒത്തിരി കുഴഞ്ഞു പോകാതെ എല്ലാം ഒന്നൊന്നിനെ തൊടാതെ നിൽക്കുന്ന രീതിയിൽ എനിക്ക് ഈ ഹക്ക ന്യൂഡിൽസ് യൂസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പം ഞാൻ ഹക്ക നൂഡിൽസ് ഒന്ന് ചെറുതായിട്ട് പീസസ് ആയിട്ട് ഒടിച്ചെടുത്തു. ഇനി നമ്മളത് തിളച്ച വെള്ളത്തിലേക്കാണ് കേട്ടോ ഇടേണ്ടത്. പച്ചവെള്ളത്തിലേക്ക് ഇടരുത്, തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിതിട്ടൊരു 4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും. അപ്പം ഞാൻ ഈ വെള്ളത്തിൽ എണ്ണയോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ മിക്കവാറും ലാസ്റ്റേ ഉപ്പ് ചേർക്കാറുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ഉപ്പ് ആഡ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പം ഞാൻ അതൊരു വെള്ളം 3-4 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് അത് വെള്ളം ഊറ്റിക്കളഞ്ഞു. ഇനി ഞാൻ അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമാണ് എങ്കിൽ അത് ആഡ് ചെയ്യാം. ഞാൻ സൺഫ്ലവർ ഓയിൽ എനിക്കിഷ്ടമില്ല, അതുകൊണ്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാദാ കോക്കനട്ട് ഓയിലാണ്. എനിക്ക് വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യാറില്ല. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇനി ഉപയോഗിക്കുന്ന ഒരു ചെറിയ പീസ് ബട്ടറാണ്. നിങ്ങൾക്ക് ഇവിടെയും സൺഫ്ലവർ ഓയിലാണ് നോർമലി ഒരു ന്യൂഡിൽസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. എനിക്കത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും അതിൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് മനസ്സിലായതുകൊണ്ടും ഞാൻ ബട്ടറോ വെളിച്ചെണ്ണയോ തന്നെയാണ് എല്ലാ കുക്കിങ്ങിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നപ്പം കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു, 2 പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യും കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്താൽ മതി. ഇനി ഞാൻ ആവശ്യത്തിന് പച്ചക്കറികൾ, അതായത് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സവാള, ക്യാരറ്റ്, ഗ്രീൻ പീസ്, പിന്നെ ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം നമ്മളിപ്പോൾ ഇടില്ല, അത് സെപ്പറേറ്റ് തന്നെ അരിഞ്ഞ് വെക്കണം. ബാക്കി എല്ലാ പച്ചക്കറികളും നമുക്ക് ഒരുമിച്ചിടാം. കാരണം ഇത് വഴറ്റി ഫ്രൈഡ് ആക്കി എടുക്കുകയൊന്നും വേണ്ട, നമുക്കൊന്ന് വെന്ത് കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നവരെ വഴറ്റി അത് വെന്തതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ക്യാപ്സിക്കം വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, കാരണം വീണ്ടും നമ്മൾ പല പ്രോസസ്സിങ്ങും ചെയ്യുമ്പോഴേക്കും അതും പാകത്തിന് കുക്കായി വരും, ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ക്യാപ്സിക്കം ജസ്റ്റ് ആഡ് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇന്നലെ ചിക്കൻ കറി വെക്കാനെടുത്തതിൽ നിന്ന് 2 പീസ് ചിക്കൻ ഉപ്പും കുരുമുളകും മാത്രം ചേർത്ത് പുഴുങ്ങിയെടുത്തിട്ട് അതിൽ നിന്ന് ചിക്കൻ വേർതിരിച്ചെടുത്തതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്തു. അപ്പോൾ ഇതിന് സെപ്പറേറ്റായിട്ട് ഞാൻ ചിക്കനൊന്നും എടുത്തില്ല, അങ്ങനെ ചേർത്തു. ഇനി ഞാൻ ചേർത്തത് 1/2 സ്പൂൺ ഡാർക്ക് സോയാ സോസാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സോയാ സോസ് ഡാർക്ക് ആയതുകൊണ്ടാണ് 1/2 സ്പൂൺ ചേർത്തത്. നിങ്ങൾക്ക് സാധാ സോയാ സോസ് ആണ് എങ്കിൽ 1 സ്പൂൺ ചേർക്കാം. ഇനി ഞാൻ ചേർക്കുന്നത് 1/2 സ്പൂൺ ഓയിസ്റ്റർ സോസാണ്. ഓയിസ്റ്റർ സോസ് അതൊരു ടേസ്റ്റ് നല്ലതായിട്ട് തരും കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ ന്യൂഡിൽസ് ചൂടൊക്കെ മാറി നല്ല സ്പ്രിങ് പോലെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു 300-350 ഗ്രാം ന്യൂഡിൽസാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ സോസ് ചേർത്ത് കഴിയുമ്പോൾ സോസിന് ഓട്ടോമാറ്റിക്കലി കുറച്ച് ഉപ്പുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപ്പ് ചേർക്കണമായിരിക്കും നല്ലത്, കാരണം സോസിൻ്റെ ഉപ്പോടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഉപ്പ് ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ലാസ്റ്റ് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപ്പിനെക്കാട്ടിലും കുറച്ച് ഉപയോഗിച്ചാൽ മതി എന്നുള്ളതൊരു ഗുണമാണ് കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇതിനകത്തേക്ക് ബാക്കി ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കല്ലുപ്പ് നീരാക്കിയതാണ്. അപ്പോൾ ഇതുപോലെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് ചേർത്ത് ചിക്കൻ്റെ ഫ്ലേവർ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ആ പച്ചക്കറികളൊന്നും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും എൻ്റെ കുഞ്ഞുങ്ങൾ കാണിക്കാറില്ല. ഇത്തരം പച്ചക്കറികളൊക്കെ ചേർത്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ വയറിൽ ബ്ലോട്ടിങ്ങോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നുള്ള പേടിയോ, മൈദ ആയതുകൊണ്ടേ ഒട്ടിപ്പിടിച്ചിരിക്കും എന്നുള്ള പേടിയോ ഒന്നും ഞങ്ങൾക്കില്ല. അപ്പം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷവുമാണ്, അവർക്കൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റും ആവും. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലും കൊടുത്തു വിടുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക് യു സോ മച്ച്.